ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ചൂടുകാലത്തിന് പറ്റിയ ദാഹവും അതുപോലെ ക്ഷീണവും ഒക്കെ അകറ്റാൻ പറ്റുന്ന ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം തയ്യാറാക്കാവുന്ന ഈ കിടിലൻ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? എന്നാൽ പിന്നെ വീഡിയോ കണ്ടാലോ. ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് സേമിയ എടുത്തിട്ടുണ്ട്. ഇതിനെ 3 മിനിറ്റോളം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. 1/2 സ്പൂൺ നെയ്യാണ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് സേമിയാണ്, എന്നാലും നെയ്യിലിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും, ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. സേമിയ നെയ്യിൽ കിടന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ പാനിൽ നിന്നും മാറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഇതേപോലെ 3 മിനിറ്റ് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. സേമിയ വറുത്തെടുത്ത അതേ പാനിൽ തന്നെ ആയതുകൊണ്ട് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏത്തൻപഴത്തിൻ്റെ കഷ്ണങ്ങളാണ്. അധികം പഴുക്കാത്ത ഒരു ഏത്തൻപഴമാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഏത്തൻപഴം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ക്യാരറ്റിനോടൊപ്പം ചേർത്ത് 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. ക്യാരറ്റ് വഴറ്റാൻ നേരത്തും നെയ്യ് ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ പഴത്തിന് വേണ്ടിയും ശകലം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1/2 സ്പൂണോളം വരും. ഇത് ചേർത്ത് വഴറ്റുമ്പോൾ പഴത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും രുചി കൂടാനും സഹായിക്കും. പഴം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഏകദേശം 3 മിനിറ്റോളം അടച്ചൊന്ന് വേവിച്ചിട്ടുണ്ട്. ഇവിടെ പഴം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാറ്റുല വെച്ച് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ ഉടച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചൂടുപാൽ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 3/4 ലിറ്ററോളം പാൽ ഇതിലേക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നെയ്യിൽ മൂപ്പിച്ച് വെച്ച സേമിയയാണ്. ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് മധുരം ചേർക്കാനുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3-4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ മധുരത്തിന് എത്രയാണോ അളവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമാണ് ചേർത്തത്. ഇതിൽ ചേർത്തിരിക്കുന്ന ക്യാരറ്റിനും അതുപോലെ ഏത്തൻപഴത്തിനുമൊക്കെ മധുരം ഉള്ളത് കൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തത്. ഇനി ഈ ഡ്രിങ്ക്സിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണിൽ താഴെയാണ് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പാലിൽ നല്ലതുപോലെ മിക്സാക്കി കട്ടകളൊന്നും കെട്ടാതെ പേസ്റ്റ് പോലെ ആക്കിയെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൂടുതൽ കോൺഫ്ലവർ മിക്സ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കുടിക്കാൻ പാകത്തിനായിരിക്കണം ഇത് തയ്യാറാക്കേണ്ടത്. കൂടുതൽ കട്ടി വേണ്ട, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തത്. ഇവിടെ ഡ്രിങ്ക്സ് നല്ലതുപോലെ തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇനി ഇതിനെ വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തണുക്കുമ്പോൾ ഒരു പാട കെട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ചിയ സീഡ്സ് സോക്ക് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ്, ബദാം, പിസ്ത ഇവയൊക്കെയാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വഴറ്റിയ ക്യാരറ്റ് കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ലുക്കില്ലേ, അതുപോലെ തന്നെ രുചിയുമാണിതിന്. ഇത് ചെറിയ ചൂടോട് കൂടിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ നിങ്ങൾക്ക് കുടിക്കാം. ഇതിൻ്റെ ഒറ്റ ഗ്ലാസ് മാത്രം മതി നിങ്ങളുടെ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ അകറ്റാൻ. ഇഷ്ടപ്പെട്ടവർ തയ്യാറാക്കി നോക്കുക. അപ്പോൾ പുതിയ വ്യൂവേഴ്സ്, നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.